ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മധുരൈ പോയതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിന് പുലർച്ചയ്ക്കായിരുന്നു, 2-2:15 കൂടിയിട്ടായിരുന്നു. ഇതല്ല നമ്മുടെ ട്രെയിന്, നമ്മൾ ഓപ്പോസിറ്റാണ് പോകുന്നത്. അപ്പോൾ ഞാൻ, ഉണ്ണി ഉണ്ടായിരുന്നു, പിന്നെ പരി ചേച്ചിയുടെ മോള്, പിന്നെ അമ്മ, പപ്പ, ചേച്ചി, അങ്ങനെ ഇത്രയും പേര് കൂടിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ചേച്ചിയുടെ ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് മിനിറ്റ് അവർക്ക് വരാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുലർച്ചയ്ക്കായിരുന്നു, അപ്പോൾ ഓൾറെഡി കയറി കിടന്ന് ഉറങ്ങി. പക്ഷേ AC ആയിരുന്നു. അപ്പോൾ എനിക്കും ഉണ്ണിക്കും ചെറുതായിട്ട് ജലദോഷത്തിൻ്റെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് എന്താ പറയുക, ഒരു സുഖമായിട്ട് AC നമ്മൾ തണുത്ത് അങ്ങനെ കിടന്ന് ഉറങ്ങി പോകാനുള്ളൊരു ആസ്വദിച്ച് ഉറങ്ങാനായിട്ടൊന്നും പറ്റിയില്ല. പക്ഷേ ഓക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അവന് പാല് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ചേച്ചിയുള്ള കാരണം ഉണ്ണിക്ക് എന്താണ് കൂട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ഓടി നടന്ന് ഒരു സ്ഥലത്തും അടങ്ങി ഒതുങ്ങി ഇരിക്കില്ല, ആ ഒരു പ്രായമാണല്ലോ. പക്ഷെ ഇപ്പോൾ ചേച്ചിയുള്ള കാരണം അവർ രണ്ടുപേരും കൂടിയിട്ട് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ ചെയ്തും പിടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കധികം എന്താണ് അവനെ കാര്യമായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മധുര എത്തി. ഏകദേശം ഒരു 9:30-10 മണിയോടടുത്തായപ്പോഴാണ് നമ്മൾ എത്തിയത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ, ഇതായിരുന്നു. പിന്നെ ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മധുരയിലെ മീനാക്ഷി അമ്മൻ കോവിൽ, ഇത് കണ്ടില്ലേ, ഇതവിടെ റെയിൽവേ സ്റ്റേഷനിൽ ജസ്റ്റ് അവിടെയുള്ള മെയിനായിട്ടുള്ള അട്രാക്ഷൻസൊക്കെയാണ് കാണിക്കുന്നത്. അമ്പലത്തിലേക്കാണ് വന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു 11 മണി സമയത്തോട് കൂടിയിട്ടാണ് ഹോട്ടലിൽ ചെക്കിങ്. അപ്പോൾ നമ്മൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിച്ചു. നെയ് റോസ്റ്റാണ് ഞാൻ കഴിച്ചത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മളുടെ ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്തത്. ആൻഡ് ഹോട്ടലിൽ നമുക്ക് നമ്മളുടെ റൂമിൻ്റെ ജസ്റ്റ് ഒരു റൂം ടൂറാണ് ഞാനും ഉണ്ണിയും. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന്, ഞാൻ പറഞ്ഞല്ലോ ചേച്ചിയുടെ ഫാമിലിയും കൂടി ഉണ്ടാവേണ്ടതായിരുന്നു. അപ്പോൾ അതവർ വരാൻ പറ്റിയില്ല. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് റൂം ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത കാരണം വേറെ എക്സ്ട്രാ റൂം നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ റൂമിൽ രണ്ട് പേരൊക്കെ ആയിട്ടാണ് നിന്നത് കേട്ടോ. അപ്പോൾ എവിടെ എത്തിയാലും ആദ്യം റൂമിലെല്ലാവരുടെയൊക്കെ ഒന്ന് പോയി തപ്പി തടഞ്ഞ് എല്ലാ കാര്യങ്ങളും നോക്കണമല്ലോ. അപ്പോൾ എന്തോ ബ്രഷോ എന്തോ കിട്ടി, അതും പിടിച്ചിരുന്ന് നോക്കുകയാണ് മൂപ്പരാൾ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഉണ്ണി പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. നമ്മൾ അന്നത്തെ ദിവസം അമ്പലത്തിൽ പോകാൻ പറ്റില്ല, പിറ്റേ ദിവസമാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മളൊക്കെ ഒന്ന് റെഡി ആയിട്ട് വെറുതെ ആ ദിവസം അവിടെ വേസ്റ്റ് ആക്കണ്ട, വെറുതെ എല്ലാവരും ഒന്നും പോയി എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ചേച്ചി അവിടെ എവിടെയാണ് പോകേണ്ടത് എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞ് നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എത്തിയത് തിരുമാലൈ നായക് പാലസിലേക്കാണ്. 17th സെഞ്ച്വറിയിൽ എന്തോ പണിതൊരു പാലസാണ്. ഞാൻ എൻ്റെ ഹിസ്റ്ററിയൊക്കെ നോക്കിയിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ മറന്നുപോയി. അപ്പോൾ ഇത് ഞാൻ നോക്കിയപ്പോൾ പല തമിഴ് സോങ്സിൻ്റെയും ഇവിടെ ഷൂട്ട് ചെയ്ത് ഞാൻ കണ്ടു. ഏതാ ബോംബെ ഫിലിമിൽ കണ്ണാലനി, ഞാൻ അധികം പാടുന്നില്ല, ആ സോങ്ങൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഗുരു മൂവിയിൽ തെരവിന അങ്ങനെ എന്തൊക്കെ കണ്ട് പാട്ടില്ലേ, പക്ഷെ അത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയില്ല. പക്ഷേ വിക്കിപീഡിയയിൽ അവർക്ക് ഇതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആ ഫിലിമിലെ സോങ്സൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തതെന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ചുണ്ടായിരുന്നു. അവിടെ എന്തോ റിനോവേഷൻസൊക്കെ നടക്കായിരുന്നു, അതുകൊണ്ട് ആകെ പൊളിച്ചൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറച്ച് ഓടി നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മെയിനായിട്ടുള്ള അട്രാക്ഷൻസ് വരുന്നത് ഈ മേലെയുള്ള ഇങ്ങനത്തെ ഭാഗങ്ങളിലാണ്. ഇങ്ങനെ ചില ആർട്ട് വർക്ക്സൊക്കെ കാണാം. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ആർട്ട് വർക്ക്സൊക്കെ നല്ല ഭംഗിയിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ വെറും ഷോ, എൻ്റെ മുഖം വെച്ചിട്ട് ഒരു 360 ഡിഗ്രിയിലുള്ള വെറും ഷോ. അപ്പോൾ കണ്ടില്ലേ, കൊത്തുപണികളൊക്കെ ഉണ്ട്. ഞാൻ വിചാരിക്കും ഇത്രയും മേലേക്ക് എങ്ങനെയാണ് ഇവരിതൊക്കെ ഇത്ര നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ്. അത് അത്രയും കൊല്ലങ്ങൾ മുമ്പേ അതൊക്കെ ഞാൻ ആലോചിച്ചു. അത്രയേ ഉള്ളൂ ഈ ഒരു സ്ഥലം. പാലസ് കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ലഞ്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, രാവിലെ കഴിച്ചു, പിന്നെ ഹോട്ടലിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഇറങ്ങിയതാണല്ലോ. പക്ഷേ ഫുഡിൻ്റെ ഷോപ്പ് ഒന്നും കാണാനില്ല, ഫുള്ള് ടെക്സ്റ്റൈൽസാണ് അവിടെ. എനിക്ക് തോന്നുന്നു ഹോൾസെയിലായിട്ട് വെക്കുന്ന പ്രധാനമായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. കുറേ നടന്ന് അവസാനം റെസ്റ്റോറൻറ്റ് എത്തി.
അവിടെ നിന്ന് ഈ ദഹിപൂരി, പാനിപൂരി, വടാപ്പാവ് അങ്ങനത്തെ ഐറ്റംസാണ് നമ്മൾ കഴിച്ചത്. അതിനൊന്നും വീഡിയോ ഞാൻ എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് ഈ ചുങ്കിടി സാരി ഉണ്ടല്ലോ, അത് മധുരയിൽ അതിൻ്റെ ഒതൻറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടുമെന്ന് അറിഞ്ഞിട്ട് അത് തപ്പി നടക്കായിരുന്നു. കുറേ ഷോപ്സിൽ നമ്മൾ പോയി. അവസാനമായിട്ട് എത്തിപ്പെട്ടതാണ് ഈ ഷോപ്പ്. പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. അവിടെ പക്ഷേ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, വെറൈറ്റി ഡിസൈൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഡിസൈനിൽ തന്നെ പല കളേഴ്സിലും ആയിട്ട് ഉള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഏകദേശം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്ന് അറിയുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ നോക്കിയിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഒരു അമ്പലം കൂടി ഉണ്ട്. അവിടെ അടച്ചിട്ടുണ്ടാവില്ല, 8 മണി 8:30 വരെ ഉണ്ടാവും എന്ന് അറിഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് പോവുകയാണ് ചെയ്തത്. ഓട്ടോ പിടിച്ചു അവിടേക്ക് പോവുകയാണ് ചെയ്തത്. അത് ആ ടെമ്പിളിൻ്റെ നെയിം ഐ തിങ്ക് തപ്പക്കുളം എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പിളിലേക്കാണ് നമ്മൾ അവിടേക്ക് പോയത്. അപ്പോൾ അതിൻ്റെ അടുത്തെന്ന് പറയുമ്പോൾ ഒരു കുളം പോലെ ഉണ്ട്, അതിൻ്റെ നടുവിലൊരു ടെമ്പിൾ ഉണ്ട്. പക്ഷെ അവിടെ അല്ല കേട്ടോ പോയത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടെമ്പിളിലേക്കാണ് പോയത്. ആ കുളത്തിൻ്റെ അവിടെയുള്ള ടെമ്പിൾ ഇങ്ങനെ രാവിലെ മാത്രമൊക്കെ എന്തോ ആണ്, കാരണം ഈ ഒരു സൈഡിൽ നിന്ന് അവിടേക്ക് പോകണമല്ലോ, കണ്ടില്ലേ. അവിടേക്ക് അപ്പോൾ രാവിലെ മാത്രമാണ് എന്തോ ബോട്ടുള്ളൂ എന്നാണ് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വൈകിട്ട് പോയ കാരണം പോകാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ലൊരു സ്ഥലമായിരുന്നു, നല്ലൊരു വൈബായിട്ടുള്ള സ്ഥലമാണ്, നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ആ ഒരു ഇതിൻ്റെ സ്ട്രീറ്റ്സ് ഇതാണ് കാണുന്നത്. ഫുള്ള് ഇങ്ങനെ ചെറിയ ചെറിയ തട്ടുകടകൾ, കുറേ ഷോപ്സ് ഉണ്ട്. ഫുഡ്, വെറൈറ്റീസ് ഓഫ് ഫുഡിൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ പല എന്താ പറയുന്ന ഫുഡ് മാത്രമല്ല, ലൈക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു നമ്മളൊരു എന്താ പറയുക, ഇതിനെ VR ക്യാമറയോ അങ്ങനെ എന്തോ സംഭവമല്ലേ ഇതിനെ പറയാൻ, എനിക്ക് അതിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല. അങ്ങനത്തെ കുറേ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിക്ക് കുറക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പരിക്ക് അവിടെ ജസ്റ്റ് ഇങ്ങനെ മൈലാഞ്ചി നമ്മൾ ഇടാമെന്ന് വിചാരിച്ചു. വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, 30 രൂപ അങ്ങനെ, ചെറിയ കൈയൊക്കെ അല്ലായിരുന്നേ, അങ്ങനെയായിരുന്നു. അപ്പം ആ കുട്ടിയുടെ ആഗ്രഹമല്ലേ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞപ്പോൾ ഓട്ടോച്ചക്കിന് അറിയുന്നുണ്ടായിരുന്നില്ല. ഏതൊക്കെയോ വഴി കൂടെ എങ്ങനെയൊക്കെയോ നമ്മൾ എത്താണ് ചെയ്തത്. കുറേ ചോദിച്ചിട്ടാണ് പുള്ളിക്കാരൻ പോയത്. പിന്നെ അവസാനം ഞങ്ങൾ മാപ്പൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം കഴിഞ്ഞു. രാവിലെ ഒരു 5-5:30 കൂടി അമ്പലത്തിൽ പോകാം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഉണ്ണിക്കുള്ള പാലൊക്കെ സെറ്റായത് വെക്കുകയാണ്. ഞാൻ അമ്പലത്തിൽ തിരക്കുണ്ടാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഉണ്ണിക്ക് വിശന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്തേക്കുള്ളതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഓട്ടോ പിടിച്ചു നമ്മൾ അമ്പലത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. രാവിലെ ആയ കാരണം നമുക്ക് അത്ര ഒരു അമ്പലത്തിൻ്റെ ഭംഗി കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ മുല്ലപ്പൂ വാങ്ങിച്ചു. അമ്പലത്തിൽ മുല്ലപ്പൂ വെച്ച് പോകാണ്ടിരുന്നാൽ ഒരു സുഖമില്ലല്ലോ, പ്രത്യേകിച്ച് തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമ്മൾ മുല്ലപ്പൂവിൻ്റെ ആൾക്കാരാണല്ലോ അവർ. അപ്പോൾ മുല്ലപ്പൂ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുത്തു. ചേച്ചി ഉണ്ണിക്ക് വെച്ച് കൊടുത്തു, ഞാൻ ചേച്ചിക്ക് വെച്ച് കൊടുത്തു, ചേച്ചി എനിക്ക് വെച്ച് തന്നു, അമ്മയ്ക്ക് വെച്ച് തന്നു. അങ്ങനെ മുല്ലപ്പൂ ഒക്കെ വെച്ച് നമ്മൾ ടെമ്പിളിൻ്റെ അവിടേക്ക് പോവുകയാണ്. അമ്പലത്തിൻ്റെ അകത്ത് ഫോൺ അലൗഡ് അല്ല. അപ്പോൾ ഫോണും ബാക്കി സാധനങ്ങളും വെക്കാനായിട്ട് ക്ലോക്ക് റൂം അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളതൊക്കെ അവിടെ വെച്ച് നമ്മൾ അമ്പലത്തിൽ കയറി. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 2 പ്രാവശ്യം ക്യൂ നിന്നിട്ട് ദേവിനെ പ്രാർത്ഥിച്ചു കേട്ടോ. അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. എല്ലാവരും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പളിക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഹോട്ടൽ കാണിച്ചു തരാമെന്ന് നേരത്തെ. ദാ കാണുന്നതാണ് നമ്മളുടെ ഹോട്ടൽ എസ്റ്റോറിയ എന്ന് പറയുന്നതാണ്. നല്ല ഹോട്ടലായിരുന്നു. അവിടെ എത്തി ഞാൻ വെറുതെ അവിടെ തമിഴ് പേപ്പറൊക്കെ ഒന്ന് മറിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഒന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ആകെ ട്രംപിനെ മാത്രം എനിക്ക് മനസ്സിലായി. അപ്പുറത്ത് അമിത്ഷാ ഉണ്ട്, അയാൾ മനസ്സിലായി. പിന്നെ നമ്മൾ അവിടെ തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. കുറേ ഡിഷസ് ഉണ്ടായിരുന്നു, ബൊഫേ ആയിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളത് പോയി എടുത്ത് കഴിക്കാമെന്നുള്ളതായിരുന്നു. ഞാൻ ബ്രെഡ്, ഇഡ്ഡലി അങ്ങനെ ചെറിയ ഐറ്റംസാണ് എടുത്തത്.
ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് നമ്മൾ അവരോട് തന്നെ പറഞ്ഞു ഒന്ന് പാഴ്സൽ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്, അവന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരാൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കുറച്ചൊക്കെ കൊടുത്ത് അവനെ സെറ്റാക്കി. പിന്നെ ഞങ്ങൾ ഒളിച്ചേ കണ്ടേ കുറച്ച് നേരമൊക്കെ കളിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് എല്ലാതും പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്തത്. ഇത് ഞങ്ങൾ വെറുതെ റെഡി ആയിട്ട് പോകാനുള്ളതിൻ്റെ വെറുതെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഫോട്ടോ എടുത്തോ ഓർമ്മയില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ എൻ്റെ മുഖം എന്താണ്, എൻ്റെ കണ്ണാട കണ്ടോ? എൻ്റെ കണ്ണാട വളഞ്ഞിരിക്കുന്നത് വേറെ ഒന്നും കണ്ടല്ല, അവൻ കാരണമാണ്. അവൻ പിടിച്ച് വലിച്ചിട്ടാണ് എൻ്റെ കണ്ണാടയുടെ കോലം അങ്ങനെയായത്. പിന്നെ ഇവിടുത്തെ ഓട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഓട്ടോയാണ്. കുറേ സ്ഥലമുണ്ട് ആൾക്കാർക്ക് ഇരിക്കാൻ. താഴെയും സ്റ്റെപ്പുണ്ട്, മേലെയും സ്റ്റെപ്പുണ്ട്. നമ്മൾ ഇവിടുത്തെ പോലത്തെ ഓട്ടോ അല്ല അവിടുത്തെ. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോത്തീസിലേക്കാണ് പോയത്. വെറുതെ പോയതാണ്, വെറുതെ അവിടെ കയറി വെറുതെ ഒന്ന് പോത്തീസൊക്കെ കണ്ടു, എല്ലാതും നോക്കി. റേറ്റൊക്കെ ആഹാ നല്ല കൂടുതലാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പതുക്കെ തന്നെ വീണ്ടും ഇറങ്ങി പോരാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാമെന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങിയതാണ്. അല്ലാണ്ട് ഇപ്പോൾ സമയമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വെറുതെ ഒന്ന് എല്ലാവിടെയും ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഐറ്റംസും അങ്ങനെ ഒന്നും നോക്കിയില്ല. പിന്നെ ഒരു ഹോട്ടലിലല്ല, ബേക്കറിയിലാണ് നമ്മൾ പോയത്. അവിടുത്തെ സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാനും പിന്നെ അമ്മമ്മയ്ക്ക് റസ്ക് അവിടെ നല്ലതാണെന്നൊക്കെ അറിഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനുള്ള ഫുഡിൻ്റെ സ്ഥലം കണ്ടുപിടിക്കാനാണ് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് എല്ലാ ഫുഡും ഇഷ്ടമാവില്ലല്ലോ. അപ്പോൾ നല്ലത് നോക്കി ഏതൊരു ഫുഡ് കടയിൽ കയറി അവസാനം കഴിച്ച് പിന്നെ നമ്മൾ വീണ്ടും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ കഴിച്ചതിൻ്റെ ഒന്നും ഞാൻ എടുത്തില്ല. ഇവിടെ എക്സ്കലേറ്ററിൽ ഉണ്ണി അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ മധുരൈ ട്രിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ടെമ്പിളിലേക്കാണല്ലോ പോയത്, അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് സ്ഥലങ്ങളിലേക്കൊന്നും കൂടുതലൊന്നും പോയില്ല. പക്ഷേ പോയത് നല്ലപോലെ എല്ലാ സ്ഥലങ്ങളും കാണാനായിട്ട് പറ്റി എന്നുള്ളതും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഞങ്ങളിപ്പോൾ ട്രെയിൻ കയറി. അവർ സെറ്റായി. അമ്പലത്തിൽ നിന്ന് കിട്ടിയ പൂവിൻ്റെ കോലാണ് കേട്ടോ കാണുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.